ധാരാളം കാൽസ്യവും അയോണും ഒക്കെ അടങ്ങിയിട്ടുള്ള റാഗി വെച്ച് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി നോക്കാം. 1.5 കപ്പ് റാഗിപ്പൊടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് വെള്ളത്തിലേക്ക് വെള്ളത്തിൻ്റെ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം തിളപ്പിക്കണം. റാഗിപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കണം. അതിനുശേഷം 2-3 മിനിറ്റ് മൂടി വെച്ച് പൊടിയുടെ ചൂട് കുറച്ച് കുറയുമ്പോൾ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. എനിക്കിവിടെ 1.5 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം മുഴുവൻ വേണ്ടി വന്നില്ല. ഓരോരുത്തർ ഉപയോഗിക്കുന്ന പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റമുണ്ടാകും. നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇഡലിത്തട്ടിൽ ഓയിൽ പുരട്ടി അതിൽ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുഴച്ചെടുത്ത മാവ് സേവാനാഴിയിലിട്ട് ചുറ്റിയെടുക്കാം. അധികം ഹൈറ്റിൽ ചുറ്റരുത്, ചെറിയൊരു ഹൈറ്റ് മതി. കൂടുതൽ ചുറ്റിയാൽ ഇടിയപ്പം വെന്ത് കഴിയുമ്പോൾ കുറച്ച് ഹാർഡായിട്ടിരിക്കും. എല്ലാ തട്ടിലും ഇടിയപ്പം ചുറ്റിയതിന് ശേഷം ചൂടായി കിടക്കുന്ന ഇഡലിപ്പാത്രത്തിലോ സ്റ്റീമറിലോ തട്ടുകൾ വെച്ച് 6-7 മിനിറ്റ് ആവി കയറ്റണം. ഞാനിവിടെ 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. റാഗി ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി തട്ടുകളിൽ നിന്നും ഒരു സെർവിങ് പ്ലേറ്റിലേക്കോ കാസറോളിലേക്കോ മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് വെച്ച് സെർവ് ചെയ്യാം.